നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യത്തിലോ മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ ഉണ്ടോ എന്നാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി റിലേഷനായിട്ട് ഉള്ളതായിട്ടാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ? എന്താണ് ഡിവൈൻ ഈ ഒരു സമയത്ത് പറയുന്നത് നോക്കാം. നമുക്ക് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഷഫിൾ ചെയ്താണ് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം, നമുക്ക് 2 കാർഡ്സ് എടുത്ത് നോക്കാം. രണ്ട് കാർഡ്സ് എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രണയബന്ധത്തിലെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ പറ്റി എന്താണ് ഈ ഒരു സമയത്ത് പറയുന്നത് നോക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുവാണ്. എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, തീർച്ചയായിട്ടും അത് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ കൂട്ടാക്കുക. ഇതിലൊരു ടാറോട്ട് കാർഡ് റീഡിംഗ് ലോ ഓഫ് അട്രാക്ഷൻ അതുപോലെ തന്നെ ന്യൂമറോളജി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും സ്നേഹം ഉണ്ടാവണം, ഇനിയും ഉണ്ടാവണം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ, പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സ്വാധീനമുണ്ടോ, ഒരു തേർഡ് പാർട്ടി ഉണ്ടോ, മൂന്നാമതൊരു വ്യക്തി ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പൈൽ എടുത്ത് നോക്കാം. ഒന്നാമത്തെ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ആശയക്കുഴപ്പങ്ങളുള്ളതായിട്ടാണ് കാണുന്നത്. അതായത് ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവണമെന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു ഒന്നാം പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പൈലാണ് തിരഞ്ഞെടുത്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പങ്കാളി ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ടാണ് ഈ ഒരു നിമിഷം കാണുന്നത്. അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് തീർച്ചയായിട്ടും വരുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജിയാണ് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് ഈ ഒരു സമയം മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ആ വ്യക്തി, അതായത് നിങ്ങളുടെ പങ്കാളി മറ്റൊരാളുമായി ബന്ധത്തിലിരിക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അത് നിങ്ങളിൽ നിന്ന് അതീവ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണെന്ന് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നു. ഇത് എത്ര പേർക്ക് റെസൊണേറ്റ് ആവണമെന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയുക. നമ്മുടെ സാഹചര്യം എന്താണോ അത് വിലയിരുത്തി ഈ ഒരു റീഡിങ് കേൾക്കുക കേട്ടോ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ, അതായത് നിങ്ങളുടെ പങ്കാളി മറ്റൊരാളുമായിട്ട് ബന്ധത്തിലായിട്ടിരിക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ നിങ്ങളുമായിട്ട് അത് അവർ മറച്ചു വെക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം അതീവ രഹസ്യമായിട്ട് നിങ്ങളിൽ നിന്ന് അവരുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതീവ രഹസ്യമായിട്ട് അവർ ഈ ഒരു കാര്യം സൂക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തെപ്പറ്റി നിങ്ങളങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ, അതാരാ ഇതാരാണെന്നൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് തുറന്ന് ചോദിച്ചാൽ ആ ഒരു വ്യക്തി അത് സമ്മതിച്ചെന്ന് തരില്ല എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അവരോട് നിങ്ങൾ ഇതിനെപ്പറ്റി നേരിട്ട് ചോദിച്ചാലും അവരത് സമ്മതിച്ച് തരില്ല. അതായത് ഈ ഒരു കാർഡ് നമുക്ക് വേറെ, ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവണമെന്നില്ല. തീർച്ചയായിട്ടും ഇതിനൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കാർഡ് വഞ്ചനയുടെ പ്രതീകമാണെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു തേർഡ് പാർട്ടി റിലേഷനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ബന്ധത്തിൽ നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടാനോ പങ്കാളി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഭയങ്കര ഹൈപ്പിട്ടായിരിക്കും നേരത്തെ പറഞ്ഞത്, ഞാൻ പല കാര്യങ്ങളും നിനക്ക് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നീ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞൊരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മാറി ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിക്കുന്നതായിട്ടൊരു ഡിസെപ്ഷനൊക്കെ നടന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ സാഹചര്യമായിട്ട് വിലയിരുത്തി ഈ ഒരു കാര്യത്തെ അനലൈസ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. അതുപോലെ ഒഴിഞ്ഞു മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പ്രശ്നങ്ങൾ നേരിടുന്നതിന് പകരം അവർ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. സത്യം പുറത്തു വരുമെന്ന ഭയം അവരെ നിങ്ങളിൽ നിന്നും അകറ്റിയേക്കാം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കേട്ടോ. തീർച്ചയായിട്ടും യഥാർത്ഥ സത്യമൊക്കെ ഇതിനെപ്പറ്റി, ഈ ഒരു ബന്ധത്തെപ്പറ്റി തീർച്ചയായിട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവർ
നിങ്ങൾ അവരെ ഉപേക്ഷിക്കുന്നതായിട്ടാണ് അവരുടെ മനസ്സിൽ. തീർച്ചയായിട്ടും അവർ നിങ്ങളിൽ നിന്ന് അതുകൊണ്ട് എന്താണ് അവരുടെ യഥാർത്ഥ ഫീലിങ്സ് ഹൈഡ് ചെയ്തു വെക്കുകയാണ്. അതായത് അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അതുപോലെ തന്നെ അവർ രഹസ്യ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു രഹസ്യബന്ധത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. തീർച്ചയായിട്ടും എന്താണ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധം എന്താണ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പൊക്കെ ആ വ്യക്തി നിങ്ങളുടെ എന്താണ് അവരുമായിട്ട് തേർഡ് പാർട്ടിയായിട്ട് ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ബന്ധം സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എത്രത്തോളം എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. അതായത് ഇതൊരു വേറെ തരത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കൂടെ എനിക്ക് നിങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. അതായത് കൂട്ടിച്ചേർക്കലുകൾ ഞാൻ നടത്തുകയാണ് ഈ ഒരു കാര്യത്തിന്. അതായത് മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം എന്നത്, ഇവിടെ ഒരു മൂന്നാമതൊരു വ്യക്തി എന്നത് എപ്പോഴും മറ്റൊരു കാമുകനോ കാമുകിയോ ആവണമെന്നില്ല. പകരം അവരുടെ കുടുംബാംഗങ്ങളോ അമിതമായി ഇടപെടുന്ന ഒരു സുഹൃത്തോ ആകാമെന്നും കൂടെ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പങ്കാളി എന്താണ് മറ്റൊരാളുടെ വാക്കിന് അമിത പ്രാധാന്യം നൽകുന്നത് കൊണ്ട് അത് നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയും ഒരു കാർഡ് ഈ ഒരു സമയത്ത് വരാം. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും എന്താണ് അങ്ങനെ ഒരു ഗൈഡൻസാണ് തീർച്ചയായിട്ടും എനിക്ക് വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അതായത് അവരുടെ ഒരു ഫാമിലിയിലുള്ളൊരു മെമ്പർ ആവാം, അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളാകാം, അവരുടെ വാക്കിന് അമിതമായ ഒരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ടും ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ തന്ത്രപരമായ നീക്കങ്ങളാണ്. അതായത് നിങ്ങളുടെ പങ്കാളി അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി നിങ്ങളോട് നുണ പറയുകയോ കാര്യങ്ങൾ വളച്ചൊടുക്കുകയോ ചെയ്യുന്നുണ്ടാവുമെന്ന് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി റിലേഷനെ സൂചിപ്പിക്കുന്നത് ഒന്നില്ലെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആകാം, വേറൊരു വ്യക്തിയാവാം, അവർ തമ്മിലുള്ള ശാരീരികവും മാനസികമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു കുടുംബാംഗമാകാം, ഒരു സുഹൃത്താകാം, അവരുടെ വാക്കിന് അമിതമായിട്ടുള്ള വില കൊടുക്കുന്നതായിട്ടും ഈ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കാര്യം നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടാണ് ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കുറച്ചും കൂടെ നിങ്ങളൊന്ന് ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉൾമനസ്സ് പറയുന്നത് ശ്രദ്ധിക്കുക. പങ്കാളിയുടെ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിരീക്ഷിക്കുക എന്നാണ് ഡിവൈൻ പറയുന്നത്. അതുപോലെ തന്നെ വൈകാരികമായി തളരാതെ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ സെൽഫ് പ്രൊട്ടക്റ്റഡ് ആവുക, നിങ്ങൾ സ്വയം സ്നേഹിക്കുക അല്ലെങ്കിൽ സ്വയം സംരക്ഷിക്കാൻ ഈ കാർഡ് പറയുന്നു. പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് കൃത്യമായി ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് ഒരു തെളിവുകൾക്കായിട്ട് കാത്തിരിക്കുക. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത്. പെട്ടെന്നൊരു തീരുമാനം ഈ ഒരു കാര്യത്തിൽ എടുക്കാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ തെളിവുകൾക്കായിട്ട് കാത്തിരിക്കാനാണ് ഡിവൈൻ പറയുന്നത്. ഒരു ഓപ്പണായിട്ട് അവരോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണ്ടി വരുന്നൊരു സമയമായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് കേട്ടോ വരുന്നത്. പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി റിലേഷൻ, ശക്തമായൊരു തേർഡ് പാർട്ടി റിലേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ പൈൽ ഇങ്ങനെയാണ് വന്നത്. തീർച്ചയായിട്ടും രണ്ടാമത്തെ പൈൽ എന്താണ് പറയുന്നത് നോക്കാം. സെക്കൻഡ് പൈൽ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പൈൽ ഒരു ഡബിൾ കാർഡാണ് വന്നത്. അപ്പോൾ സെക്കൻഡ് പൈൽ ഡബിൾ കാർഡ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ഡബിൾ കാർഡാണ് വന്നത് സെക്കൻഡ് പൈൽ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ കാർഡ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡബിൾ കാർഡാണ് സെക്കൻഡ് പൈലായിട്ട് വന്നത്. ഒരു ഡബിൾ കാർഡ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മൂന്നാം കക്ഷിയുടെ സാന്നിധ്യം നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ശക്തമായിട്ട് സൂചിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതൊരു സെക്ഷൽ അഡിക്ഷൻ ആയിട്ടാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഇതൊരു പ്രണയബന്ധമല്ല സൂചിപ്പിക്കുന്നത്, ഒരു സെക്ഷ്വൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ബന്ധമാണ്. പക്ഷേ ആദ്യത്തെ പൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു മാനസിക അടുപ്പം
ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടിയോട്. പക്ഷേ ഇപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയോടൊരു മാനസികമായിട്ടൊരു അടുപ്പമില്ല, അല്ലെങ്കിൽ പ്രണയപരമായിട്ടൊരു ബന്ധമല്ല, ഒരു ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷലിപ്തമായ ഒരു ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ടോക്സിക് അല്ലെങ്കിൽ വിഷലിപ്തമായിട്ടുള്ള ബന്ധം. അപ്പം തീർച്ചയായിട്ടും ഇതൊരു പ്രണയപരമായ ബന്ധം മാത്രമല്ല എന്നാണ് ഡിവൈൻ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പങ്കാളിയെ പിന്നോട്ട് വലിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു ഘടകമാണെന്ന് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ജോലി, കുടുംബം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അവർക്കൊരു സെക്ഷൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സാണ് ഇവിടെ കൂടുതൽ. ശാരീരിക സുഖത്തിന് വേണ്ടി ഉള്ള ഒരു ബന്ധമാണ് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം. നിങ്ങളുടെ പങ്കാളി മൂന്നാം കക്ഷിയുടെ സ്വാധീനത്തിൽ പെട്ടിരിക്കുകയാണ്. അതായത് അവർ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആവാം. ആ ഒരു അട്രാക്ഷനിൽ അവർ മയങ്ങിപ്പോയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. കാര്യം ആ ഒരു തേർഡ് പാർട്ടി റിലേഷനിൽ സ്റ്റക്കാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് ഈ ഒരു സമയത്ത് മനസ്സിലാകുന്നത്. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ് നിങ്ങളുടെ വ്യക്തി. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു ബന്ധത്തിൽ ടോക്സിക് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതായത് ഒരു വിഷലിപ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാക്കിയേക്കാം. പങ്കാളി ആ വ്യക്തിയുമായിട്ടൊരു മോശം ബന്ധത്തിലാണെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അവർ തമ്മിൽ അരുതാത്തതായിട്ടുള്ള ബന്ധമുള്ളതായിട്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇത് എത്ര പേർക്ക് റെസൊനേറ്റ് ആവണമെന്ന് അറിയത്തില്ല. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത്ര ഒരു നല്ല ബന്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു ശാരീരിക ബന്ധങ്ങൾ കൂടുതൽ ഇതുണ്ട്. തീർച്ചയായിട്ടും അവരുമായിട്ടൊരു തെറ്റായ ബന്ധമുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ടൊരു തെറ്റായ ബന്ധം നിങ്ങളുടെ പങ്കാളിക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരു മോശം ബന്ധം ഉള്ളതായിട്ടാണ് കാണുന്നത്. അതവർക്ക് ഗുണകരമല്ല എന്ന് അവർക്കറിയാം. അത് ഗുണകരമല്ല. തീർച്ചയായിട്ടും നിങ്ങളാണ് ബെറ്റർ. പക്ഷേ എന്നാൽ അവരെന്താണ്, അത് അവർക്ക് ഗുണകരമല്ലെന്ന് അറിഞ്ഞിട്ട് കൂടി അതിൽ നിന്നും പുറത്തു വരാൻ അവർക്ക് കഴിയുന്നില്ല. കാര്യം ഈ ഒരു വ്യക്തി, അതായത് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ തീർച്ചയായിട്ടും ഓവർ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരുതരം ചങ്ങലയ്ക്കകപ്പെട്ട ഒരവസ്ഥ, ഒരു ചങ്ങലയിൽപ്പെട്ട ഒരവസ്ഥയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് തീർച്ചയായിട്ടും. അതായത് അമിതമായ ഒബ്സഷനാണ് ഈ ഒരു വ്യക്തിക്ക്. തേർഡ് പാർട്ടിയോട് അമിതമായ ഒബ്സഷനാണ്. അവർ സെക്ഷലി അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അവരുടെ ഒരു ആകാര ഭംഗിയിൽ തീർച്ചയായിട്ടും ഒരു അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാം കക്ഷിയുടെ നിയന്ത്രണത്തിലാണ് നിങ്ങളുടെ പങ്കാളി എന്ന് കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ പങ്കാളിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർ അമിതമായ സ്വാധീനം നിങ്ങളുടെ പങ്കാളിയിൽ ചെലുത്തുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബന്ധത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അനാവശ്യ ചിന്തകളിൽ നിന്ന് നിങ്ങളെ മനസ്സിന് ഒന്ന് ഒഴിവാക്കുക. തീർച്ചയായിട്ടും മനസ്സിനൊരു കുറച്ചൊരു റെസ്റ്റ് കൊടുക്കേണ്ട ഒരു സമയമായിട്ട് കാണുന്നു. നിങ്ങളെ അനാവശ്യമായിട്ട് നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. സ്വയം സ്നേഹിക്കുക, യാഥാർത്ഥ്യം തിരിച്ചറിയാനാണ് പറയുന്നത്. അതായത് തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിക്കുക, സെൽഫ് ലവിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയമാണ്. അതിരുകൾ നിശ്ചയിക്കുക, അതായത് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഒരു ബോർഡർ നിശ്ചയിക്കേണ്ട ഒരു അത്യന്താപേക്ഷികമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു വിഷലിപ്തമായ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ധൈര്യം കാണിക്കുക എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര നല്ലൊരു സമയമായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഒരു ഇടപെടലിനാണെന്നാണ് ഈ ഒരു സമയത്ത് കൂടുതൽ കാർഡ് കാണിക്കുന്നത്. അത് ഒരു സിറ്റുവേഷൻ ആവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ആദ്യത്തെ കാർഡിൽ അതൊരു സിറ്റുവേഷനും കൂടെ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വ്യക്തി തന്നെയാണ്. തീർച്ചയായിട്ടും അവർ ആ വ്യക്തിയുമായിട്ടൊരു മാനസിക ബന്ധം ഉള്ളതായിട്ടും കാണുന്നില്ല. തീർച്ചയായിട്ടും രണ്ടാമത്തെ പൈലിൽ ഒരു മാനസിക ബന്ധം നിങ്ങൾക്ക് പങ്കാളിക്ക് ആ ഒരു തേർഡ് പാർട്ടിയായിട്ട് ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ അവർ ഒരു സെക്ഷലി അട്രാക്റ്റഡ് ആണ്. അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഒരു ഒരു അഡിക്ഷൻ തരത്തിലുള്ളൊരു ബന്ധമാണ്. സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ അഡിക്ഷന് വേണ്ടി മാത്രം ആ ഒരു പങ്കാളിയുമായിട്ട് കൂടുതൽ അടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായതൊരിതാണ്, ഇതൊരു ടോക്സിക് ആയിട്ടുള്ള ബന്ധമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കൂട്ടാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അതായത് ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
നമുക്ക് അത്ര ഒരു നല്ലൊരു കാർഡല്ല വന്നത് തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരുടെ സാഹചര്യമായിട്ട് ഈ ഒരു കാര്യം റെസണേറ്റ് ആവുമെന്ന് നോക്കുക. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും റെസണേറ്റ് ആവില്ല. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും റെസണേറ്റ് ആവുന്നതായിരിക്കും കുറേ കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കൂട്ടാക്കുക. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുക്കുക. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാ രീതിയിലുള്ള സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ.